നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് നിയാസ്, തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗത്തിൽ കൺസൾട്ടൻ്റാണ്. പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും ധാരണ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളത് കുട്ടികൾക്ക് മാത്രം നൽകേണ്ട ഒരു കാര്യമാണ്. കോവിഡ് സമയത്തെങ്കിലും നമുക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ മുതിർന്നവരിലും നൽകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കോവിഡ് മാത്രമല്ല മുതിർന്നവരിൽ നൽകേണ്ടതായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻ. മറ്റു പല അസുഖങ്ങൾക്കും ഫലപ്രദമായിട്ടുള്ള വാക്സിനുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇൻഫ്ലുവൻസ, ന്യൂമോണിയ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഷിംഗിൾസ് അഥവാ ഹെർപ്പിസ് സോസ്റ്റർ തുടങ്ങിയ ചില വാക്സിനുകൾ മുതിർന്നവരിലും നൽകാവുന്നതാണ്, മുതിർന്നവരിലും വളരെയധികം ഫലപ്രദമാണ്. ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ ചില ആളുകളിൽ പലപ്പോഴും ഒരു മൈൽഡ് ഇൽനെസ് ആയിട്ട് വരുന്ന ഒരു അസുഖമായിട്ടാണ് ഫ്ലൂ നമ്മൾ കാണുന്നത്. പക്ഷെ അതേസമയം കോവിഡ് പോലെ തന്നെ കോമോർബിഡിറ്റീസ് അഥവാ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർ, മുതിർന്നവർ എന്നിവരിൽ ഫ്ലൂ വളരെയധികം തീവ്രമായ അസുഖമാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഫ്ലൂക്ക് കോവിഡ് പോലെ തന്നെ ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂവിന് ഒരു വാക്സിൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ വർഷവും എടുക്കേണ്ട ഒരു വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. ഇത് എല്ലാവർക്കും എന്ന് വെച്ചാൽ പ്രായഭേദ്യമന്യേ എല്ലാവരിലും, എല്ലാ മുതിർന്നവരിലും എടുക്കേണ്ടതായിട്ടുള്ള ഒരു വാക്സിനാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലും രീതിയിലുള്ള കോമോർബിഡിറ്റീസ്, മറ്റ് അസുഖങ്ങളുള്ളവർ, അത് ഹാർട്ടിൻ്റെ അസുഖമാകാം, ഡയബറ്റിസ് ആവാം, കിഡ്നി അസുഖങ്ങളാവാം, ലിവർ അസുഖങ്ങളാവാം, ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ആവാം, ഇവരെല്ലാവരും നിർബന്ധമായിട്ടും ഫ്ലൂ വാക്സിൻസ് എടുക്കേണ്ടതാണ്. മറ്റുള്ളവർക്കും എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ന്യൂമോണിയയുടെ വാക്സിൻസ് അഥവാ ന്യൂമോകോക്കൽ വാക്സിൻസ്. ഇത് പ്രത്യേകിച്ചും 65 വയസ്സിന് മേലെയുള്ള മുതിർന്ന ആളുകളിലും മറ്റ് അനുബന്ധ രോഗങ്ങൾ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡയബറ്റിസ്, കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസ്, റെസ്പിറേറ്ററി ആയിട്ടുള്ള അസുഖങ്ങൾ, ഇതെല്ലാം ഉള്ള ആൾക്കാരിൽ ന്യൂമോണിയ വന്ന് കഴിഞ്ഞാൽ അത് ഗുരുതരമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ തീർച്ചയായിട്ടും ന്യൂമോകോക്കൽ വാക്സിൻ കൂടെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വളരെ പ്രാധാന്യമേറിയ ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി ഒരു വൈറസ് അസുഖമാണ്. അത് ലിവറിനെ ബാധിക്കുന്നതാണ്. ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ കരൾ രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സിറോസിസ്, ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ എന്നിവയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഫലപ്രദമായി തടയാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്സിൻ വളരെ കാലമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ പലപ്പോഴും ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായ ഒരു ഉപയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. 3 ഡോസുള്ള ഒരു വാക്സിനിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയെ ഒരു പരിധിവരെ പൂർണ്ണമായി നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു അസുഖമാണ്, പ്രായമായിട്ടുള്ള ആളുകളിൽ നമ്മൾ കാണുന്ന ഒരു അസുഖമാണ് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് പറയുന്നത്. ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ഒരു റീആക്ടിവേഷനാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. മുതിർന്നവരിൽ വളരെ വേദനയേറിയ ഒരു സാഹചര്യമാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. വേദനയേറിയ കുമിളകളുടെ രൂപത്തിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് വിളിക്കുന്ന അസുഖം ഉണ്ടാവും. ഈ അസുഖത്തിനെതിരെയും വളരെ ഫലപ്രദമായ വാക്സിനേഷൻസ് ഇപ്പം അവൈലബിൾ ആണ്. ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർമാരോട് ചോദിച്ച് നിങ്ങളുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള വാക്സിനുകൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് എടുക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.